ഇറാൻ ഇസ്രയേൽ വിഷയങ്ങളൊന്നും ഇപ്പം കുറച്ചായിട്ട് കേൾക്കുന്നില്ല. ഇപ്പോൾ പുതിയൊരു സംഭവം ഉണ്ടായെന്ന് കേൾക്കുന്നു. അതെ, പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന അമേരിക്കൻ സൈഡിൽ നിന്നാണ്. US ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിയിരുന്ന ഒരു ആണവ പരീക്ഷണ കേന്ദ്രം തകർത്തു. ആ കേന്ദ്രത്തിൻ്റെ പേര് ടെലിഗാൻ 2 എന്നാണ്. ടെലിഗാൻ 2 എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ 2003 അന്താരാഷ്ട്ര ആണവ ഏജൻസി, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, ഇറാന് വിലക്കുകൾ ഏർപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവുകൾ ഉണ്ടാക്കുമായിരുന്നു. പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി അത് യുറേനിയം കവേഡാക്കി ബോംബാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇറാൻ നടത്തുന്നുണ്ടായിരുന്നു. അതിന് 2003 അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി വിലക്കിയിരുന്നു. വിലക്കിയതിനെ തുടർന്ന് അവർ ആ പ്രവർത്തനമൊക്കെ നിർത്തി എന്ന് പറഞ്ഞു. അത് മറ്റ് അവരുടെ ലോകത്തിനൊക്കെ അറിയാവുന്ന ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഫർദോ എന്നൊക്കെ പറയുന്ന ഏജൻസികളൊക്കെ കേന്ദ്രങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പക്ഷേ അതേ പരിപാടി ഇവർ ഈ ടെലിഗാൻ 2 എന്ന് പറയുന്ന സ്ഥലത്ത് രഹസ്യമായി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 5-6 ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെയൊക്കെ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ വിലക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. പക്ഷേ അത് കൂടാതെ ഇവർ പാർച്ചിൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. ഈ മിലിറ്ററി ബേസിൽ ടെലിഗാൻ 2 എന്ന് പറയുന്ന ഒരു രഹസ്യമായി ഒരു ആണവ പരീക്ഷണ കേന്ദ്രം നടത്തിയിരുന്നു. അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. അതായത് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇറാനിലെ തന്നെ ഏറ്റവും മുതിർന്ന 5-10 ആളുകൾക്ക് മാത്രം അറിയാവുന്ന അതീവ രഹസ്യമായാണ് ഈ ടെലിഗാൻ 2 പ്രവർത്തിച്ചിരുന്നത്. ഇതിനെയാണ് ഇസ്രായേൽ തകർത്തത് കഴിഞ്ഞ ഒക്ടോബർ 26 നടത്തിയ തിരിച്ചടിയിലാണ്. തിരിച്ചടിയിൽ പ്രാച്ചിൻ എയർബേസ് തകർത്തു എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഒരുപാട് നാളിന് ശേഷമാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇറാൻ പ്രസിഡന്റ് റൈസിയുടെ മരണം, പേജർ ആക്രമണം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് നെതന്യാഹു സ്ഥിരീകരിച്ചത്. നെതന്യാഹു ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊന്നും സമയത്ത് ഉടനുടനെ പറയുന്ന സ്വഭാവം ഇസ്രായേലിനില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ സോഴ്സുകൾ ഇസ്രായേലിനെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് തകർത്തു, ടെലിഗാൻ എന്ന് പറയുന്ന ആണവ കേന്ദ്രം തകർത്തു. അവിടെ ആണവ കേന്ദ്രമാണെന്ന് ആർക്കും അറിയില്ല. അവിടെ അവർ ചെയ്യുന്നത് ഇത് മിലിറ്ററി ബേസ് ഇറാനിയൻ ആർമഡ് ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉണ്ടാണ്. ഇറാനിയൻ ആർമഡ് ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം. ഇത് 2003 നിർത്താനായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ഏജൻസി പറഞ്ഞതാണ്. അവിടെ അത് നിർത്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രഹസ്യമായി ഇവരത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് പാർച്ചിനിലേക്ക്, മിലിറ്ററി ബേസിലേക്ക് ആക്രമണം നടത്തി. ഇപ്പോൾ അതിൻ്റെ ചിത്രം വന്നിട്ടുണ്ട്. ആ ചിത്രം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. അതായത് ഈ ടെലിഗാൻ 2 എന്ന് പറയുന്ന ഇരുന്ന സ്ഥലം വലിയൊരു ഗർത്തമാണ്. അത് മുച്ചൂടും മുടിഞ്ഞുപോയി. അപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, അല്ലേ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തകർത്തു. അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. അതോടൊപ്പം അവരുടെ ഇതുവരെ അഡ്വാൻസ്ഡായിട്ട് ഒരു അണുബോംബിലേക്ക് നീങ്ങാൻ വേണ്ടി പ്രവർത്തിപ്പിച്ചിരുന്ന ടെലിഗാൻ 2 നിശേഷം തകർന്നുപോയി. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിൽ തകർന്നുപോയി എന്നാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്ന സാറ്റലൈറ്റ് ഇമേജസ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്ക പോലും ഇത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അമേരിക്കയിൽ ഒരു ഭരണമാറ്റം വരുന്നു എന്ന ഭരണമാറ്റം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കുന്നില്ലേ, ബൈഡൻ പറഞ്ഞിരുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്. അപ്പോൾ ബൈഡൻ പറഞ്ഞത് കേൾക്കാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ ബൈഡൻ ഒരു ക്ഷീണമാണ്. പക്ഷെ ബൈഡൻ എന്തായാലും പോവുകയാണ്. അതുകൊണ്ട് US സോഴ്സുകൾ തന്നെ ഇത് പറയുകയാണ്. കാരണം ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റുകളിലേക്കുള്ള ആളുകളെ അനൗദ്യോഗികമായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CIA ഉൾപ്പെടെ, അമേരിക്കൻ ചാര സംഘടന ഉൾപ്പെടെ. അതിനകത്തൊക്കെ തുൾസി എന്ന് പറഞ്ഞ ഇന്ത്യക്കാരിയാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് വരും. നമ്മളിത് ഇന്നലെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പം ഇതിനകത്തൊരു ന്യായമുണ്ട്. അപ്പോൾ നെതന്യാഹു ബൈഡനെ ചതിച്ചോ? ബൈഡൻ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദ്യമുണ്ട്. നെതന്യാഹുവിനോട് ബൈഡൻ എന്താ പറഞ്ഞിരുന്നത്? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ നോക്കുമ്പോൾ അവർ നേരത്തെ അറിയാവുന്ന 5-6 കേന്ദ്രങ്ങളുണ്ട്. ഫർദോ എന്നൊക്കെ പറയുന്ന കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ഈ ടെലിഗാൻ 2 എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അമേരിക്ക പറഞ്ഞു ആണവ കേന്ദ്രം ആക്രമിക്കരുത്. ഏതാണ് ആക്രമിക്കാൻ പാടില്ല? എല്ലാവർക്കും അറിയാവുന്ന 2-3 കേന്ദ്രങ്ങളുടെ പേര് ആക്രമിക്കരുത്. അത് ആക്രമിച്ചില്ല. അതും ആക്രമിച്ചില്ല. ആർക്കും അറിയാതെ ഒരു രഹസ്യമായി സ്ഥാപിച്ചിരുന്ന സാധനം ആക്രമിച്ച് തകർത്ത് അമേരിക്കയും ഉണ്ടാൻ പറ്റില്ല. കാരണം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ
വിലക്ക് ലംഘിച്ച് അവരെ പോലും അറിയിക്കാതെ രഹസ്യമായി ചെയ്തിരിക്കുകയാണ്. അങ്ങനെ IAEA എന്നാണ് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ചുരുക്കപ്പേര്. IAEA അറിയാതെ ഒരു ആണവ പരീക്ഷണം ഒരു രാജ്യം നടത്തിയാൽ അതിനെ നശിപ്പിക്കാൻ ലോകത്ത് ആർക്കും അവകാശമുണ്ട്? ഈ കരാറിൽ ഒപ്പിട്ടുള്ള ഏത് രാജ്യത്തിനും അവകാശമുണ്ട്. അപ്പോൾ ടെലിഗാൻ 2 തകർത്തത് ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് ബൈഡൻ പറഞ്ഞതിനെതിരാണെങ്കിലും ബൈഡന് മിണ്ടാൻ പറ്റില്ല. കാരണം ഈ കരാറിൻ്റെ ഭാഗമാണ്. ഇതിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ വ്യവസ്ഥകൾ മറികടന്ന് രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയാൽ അതിനെ ഇല്ലാതാക്കാൻ അംഗരാജ്യങ്ങൾക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അവകാശമുണ്ട്. അമേരിക്ക ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് നമുക്ക് കൂട്ടി വായിക്കേണ്ട ഈ മൊസാദ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളുടെ രാജ്യത്തെ ഓരോ സ്ഥലവും ഞങ്ങൾക്ക് അറിയാം അല്ലേ, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അതല്ലേ. ഇറാനിൽ ഞങ്ങൾക്ക് കൈയെത്താത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭീകരമായ ചിത്രമാണ് ഇതിനകത്ത് കാണുന്നത് നമ്മൾ നോക്കുമ്പോൾ. അപ്പം വലിയ ആക്രമണമായിരിക്കും. വലിയ ആക്രമണമാണ്. അപ്പോൾ ഇന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലെയുള്ള സംഭവമൊക്കെ ഇട്ടായിരിക്കും. അത് നിശേഷം തകർന്നു പോയിരിക്കുന്നു. നമുക്ക് സാറ്റലൈറ്റ് ചിത്രം കാണുമ്പോൾ വലിയ വലിയ തടാകം പോലെ ഒരു കുഴിയാണ്. അത് ആ ചിത്രം ഒരിക്കൽ കൂടി നമുക്ക് കാണിക്കാം. കാണുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇപ്പോൾ വേറൊരു ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് IAEA നമ്മൾ പറഞ്ഞല്ലോ, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. ഈ ഏജൻസിയുടെ സെക്രട്ടറി ജനറൽ റാഫേൽ ഗ്രോസി ഈ ബുധനും വ്യാഴമായിട്ട് ഇറാനിൽ സന്ദർശനം നടത്തി. അതിന് കാരണം ഇപ്പോൾ പറയുന്നത് ഈ ടെലിഗാൻ 2 എന്ന പേരിൽ അന്താരാഷ്ട്ര വ്യവസ്ഥകൾ ലംഘിച്ച് രഹസ്യമായി ഇവർ പിന്നെയും അണുബോംബ് നിർമ്മാണവുമായി മുന്നോട്ട് പോയിരുന്നു എന്ന് വ്യക്തമായി ഈ ആക്രമണത്തോടുകൂടി. അത് വ്യക്തമായതിനെ തുടർന്നാണോ IAEAയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ബുധനും വ്യാഴവും തീയതികളിലായിട്ട് ഇറാനിൽ സന്ദർശിച്ച് എന്നൊരു ആശങ്ക ഉയരുന്നുണ്ട്. പരിശോധന നടത്തി. കാരണം ഈ പാർച്ചിനിൽ എനിക്ക് പോകണം, അവിടെ എന്താ ഉണ്ടായിരുന്നു കാണുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ല. ഏതായാലും വളരെ നിർണായകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം പോയി കണ്ടിട്ട്, റാഫേൽ ഗ്രോസി പോയി കണ്ടിട്ട് IAEAയുടെ മീറ്റിംഗ് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സാധാരണഗതിയിൽ അദ്ദേഹം ഒരു രാജ്യം സന്ദർശിച്ച്, പ്രത്യേകിച്ച് സംശയാസ്പദമായി പ്രവർത്തിച്ച ഒരു രാജ്യം, ആ രാജ്യത്ത് ഇപ്പം വന്നിരിക്കുന്ന തെളിവുകളെന്ന് പറഞ്ഞാൽ അവിടെ ഈ വ്യവസ്ഥകൾ ലംഘിച്ച ഒരു ആണവ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ അതിൻ്റെ പരീക്ഷകൾ വളരെ മുന്നേറിയിരുന്നു. അതിപ്പോൾ ഇസ്രായേൽ പോയി തകർത്തു. അതിൻ്റെ ആ കേന്ദ്രത്തിൻ്റെ തകർക്കുന്നതിന് മുമ്പുള്ള ചിത്രവും തകർത്തതിന് ശേഷമുള്ള ചിത്രവും ഉണ്ട്. അവിടെ പോയി പരിശോധന. ഇയാൾ പോകുമ്പോൾ, ഡയറക്ടർ ജനറൽ പോകുമ്പോൾ പുള്ളി അവിടെ വെറുതെ പോയിട്ട് നോക്കിയിട്ട് പോരുമല്ല, കൂടെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോകുമ്പോൾ പരിശോധന നടത്തുമ്പോൾ ഇവിടെ അങ്ങനെ ടെലിഗാനിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നോ എന്നറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അന്താരാഷ്ട്ര ഏജൻസികളെയും അന്താരാഷ്ട്ര കരാറുകളെയും വഞ്ചിച്ചുകൊണ്ട്, ലംഘിക്കുകയല്ല വഞ്ചിച്ചുകൊണ്ട് രഹസ്യമായി ഇറാൻ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് വന്നാൽ ഇറാന് വലിയ തിരിച്ചടിയാവും. കാരണം അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി ഒരുപക്ഷെ ഇറാനെതിരെ പ്രമേയം പോലും കൊണ്ടുവരാം. പ്രമേയം കൊണ്ടുവന്നാൽ ട്രംപിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഉപരോധം വല്ലാതെ തളർത്തിയ രാജ്യമാണ് ഇറാൻ. ട്രംപ് വീണ്ടും ജനുവരി 20 വരുവാണ്. ട്രംപ് വീണ്ടും വരുമ്പോൾ ട്രംപിൻ്റെ മുന്നിലേക്ക് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു കുറ്റപത്രം കൂടി വന്നാൽ ഇറാൻ്റെ സ്ഥിതി വല്ലാതെ മോശമാകും. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇലോൺ മസ്ക് ആണല്ലോ ഇപ്പോൾ ട്രംപിൻ്റെ വലങ്കി കാര്യക്ഷമതാ മന്ത്രാലയം ഉണ്ടാക്കി. അതിൻ്റെ ചുമതലയാണിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഫിഷ്യൻസി എന്ന പേരിൽ ഒരു മന്ത്രാലയം ഉണ്ടാക്കി. അതിൻ്റെ ചുമതല മസ്കിനാണ്. മസ്കും ഇറാൻ്റെ അംബാസഡറും കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിലെന്താണ് അവർ ചർച്ച ചെയ്തതെന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇറാൻ എടുക്കുന്ന നിലപാടുകൾ, ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ അമേരിക്കൻ കപ്പൽപ്പടയ്ക്കെതിരെ മിനിഞ്ഞാന്നൊരു ആക്രമണ ശ്രമം നടത്തി. ഓലപ്പടക്കം കത്തിച്ചു, അമേരിക്കയെ തകർത്തു, എബ്രഹാം ലിങ്കനെ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് മോസ്കോവ് എന്ന് പറഞ്ഞ ഒരു റഷ്യൻ കപ്പൽ ഉക്രൈൻ തകർത്തത് യുദ്ധത്തിനിടയ്ക്ക്. ആ കപ്പലിന് തീപിടിക്കുന്ന ഫോട്ടോയാണ് ഇവർ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ കത്തുന്നു എന്ന് പറഞ്ഞ് ഈ പ്രചരിപ്പിച്ചല്ലേ ഹൂതികളും നമ്മുടെ കേരളത്തിലുള്ള സുഡാപ്പി കുഞ്ഞുങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫാക്ടറിയൊക്കെ ഇപ്പോൾ നടത്തിയപ്പോൾ ഉക്രൈൻ ബോംബാക്രമണത്തിൽ തകർന്ന റഷ്യൻ കപ്പലാണെന്ന് വ്യക്തമായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഈ കഴുത കരഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിടിച്ച് നിൽക്കുക ഇറാൻ ഇപ്പോഴും സംഭവമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് എല്ലാ അന്താരാഷ്ട്ര വ്യവസ്ഥകളും ലംഘിച്ച് ഇവർ ഈ പരീക്ഷണം നടത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിൽ അല്ലെങ്കിൽ ഏജൻസിയുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഏതായാലും ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറന്ന് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ അതിനുശേഷം എന്താണ് ഇറാൻ ഒരു മിസൈൽ പോലും അയക്കാത്ത എന്താണ്? നവംബർ 5 മുമ്പ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ ഫലം വരുന്നതിന് മുമ്പ് ഇസ്രായേലിനെ ശരിയാക്കുമെന്ന് ഖമനേയിയുടെ പേരിൽ വരെ പ്രസ്താവനകൾ നിരന്തരം വന്നു. വേറൊരു ചങ്ങായി അമേരിക്കൻ കപ്പലുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു. അത് പിന്നെ ഹൂതികൾ 1-2 എലിവാണം വിട്ട് കളിച്ചു. വേറൊരു ചങ്ങായി പറഞ്ഞ കരസേനാ മേധാവി പറഞ്ഞ് UK ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊന്നും കാണുന്നില്ല. 5-ാം തീയതി കഴിഞ്ഞ് ട്രംപ് വന്നതോടി ആവിയുമില്ല, അനക്കവുമില്ല.
എന്താ പറ്റിയത് ആർക്കറിയാം. ഇറാൻ ഉത്തരവേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇറാനിൽ ഒക്ടോബർ 27 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അനക്കമറ്റ് നിദ്രയിൽ ലയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലവിൽ വിദേശ മാധ്യമങ്ങളോട് തന്നെ സംസാരിക്കാൻ 5 പേരെ മറ്റോ ചുമതലപ്പെടുത്തി. അതെ, പോലും മിണ്ടരുത്, സംസാരമില്ല, മിസൈൽ വിടലില്ല, ഭീഷണിയില്ല, എല്ലാം തീർന്നു. അപ്പോൾ അതിനോടൊപ്പമാണ് ടെലിഗ്രാൻ എന്ന പേരിൽ ഇവർ പാവപ്പെട്ട ഖമനൈ കുഞ്ഞുങ്ങൾ ആറ്റുനോറ്റുണ്ടാക്കിയിരുന്ന രഹസ്യമായി കൊണ്ടുവച്ചിരുന്ന ആണവ കേന്ദ്രവും ബാക്കിയുള്ളതൊക്കെ അവർക്കറിയാം. എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലോ രഹസ്യമായിട്ട് അറിയില്ല, മറ്റത് എപ്പോൾ വേണമെങ്കിലും അമേരിക്ക ഇസ്രായേലോ വന്ന് ആക്രമിക്കാം, മല തുറന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അതൊക്കെ ലോകത്തിന് മുഴുവൻ അറിയാം. പക്ഷേ ആരും അറിയാതെയാണ് ടെലിഗ്രാൻ 2 ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ പണി തീർന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.